ഇങ്ങനെ AC ബസ് നമ്മുടെ ജനറൽ ഇങ്ങനെ നമ്മളെ കയറിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റാണ് പ്രശസ്തമായിട്ടുള്ള ആലുവ ശിവരാത്രി മണപ്പുറം. ആലുവ ശിവരാത്രി കാണണം. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഈ ജംഗ്ഷനിൽ കടന്നു പോയി നല്ലേറെ ജോലി. പിന്നെ പെരിയാറിന്റെ മെയിൻ കൈവഴിയിലേക്ക് എത്തുക. കുളിരും കൊണ്ടു കൂങ്ങി നടക്കും മലയാളി പെണ്ണാളും. പെരിയാറിന് കുറുകെയുള്ള പാലം കിടക്കുന്ന അതിമനോഹരമായിട്ട് തൊട്ട് മുകളിൽ ആയിട്ട് ശിവരാത്രി മണപ്പുറമാണ് കാണുന്നത്. എവിടെയാ മണപ്പുറം? അതാണോ മണപ്പുറം? അതുപോലെ നടപ്പാത. ശരി, അതേ തൊട്ട് വലുതാണ് AC ബസ് ഉണ്ട്. KSRTC നമ്മള് ആലുവ ടൗണിലേക്ക് പോവാണ്. ഇവിടെ ലെഫ്റ്റ് എടുത്ത് ഈ സിഗ്നലൊക്കെ നേരത്തെ ഒരു കാലത്ത് ഭയങ്കര എല്ലാ സമയത്തും നല്ല തിരക്കായിട്ട് വരുന്നതാണ്. ചില ചെറിയ മാറ്റങ്ങൾ വരുന്നതോടുകൂടി പറവൂരിലേക്ക് അപ്പൊ ഭയങ്കര ദൂരല്ലേ. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ചയാണത്. 15 കിലോമീറ്റർ 16 കിലോമീറ്റർ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് നല്ല തിരക്കായിരിക്കും. ടെക്കികളടക്കമുള്ള ആൾക്കാർ പോകുന്ന വീടുകളിലേക്ക് പോകുന്ന ദിവസമാണ്. 2 ദിവസത്തെ അവധിക്കായിട്ട് ഓട്ടോച്ച അങ്ങനെ ഓട്ടോച്ച വട്ടം ചാടിയിരിക്കുകയാണ്. നമ്മളൊന്ന് ചവിട്ടി കൊടുത്തത്. പിന്നെ അങ്ങനെ നമ്മള് നെക്സ്റ്റിലെത്തിയിരിക്കുകയാണ്. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരമാണ് അവിടെ. ഇവിടെ ഇടതുവശത്തായിട്ട് ആലുവയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം, കേരളത്തിലെ ബലഭദ്രസ്വാമി പ്രതിഷ്ഠയുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. വീട്ടിലല്ലേ? അങ്ങനെ സ്കൂള് വിട്ട് സമയമായിരിക്കാണ്. അങ്ങനെ ഇത് പോകുന്ന വഴി ശിവരാത്രി മണപ്പുറത്തേക്കുള്ളതാണ്. ഒരു ബ്ലോഗറുണ്ടല്ലോ, എല്ലാം മുൻകൂട്ടി കാണണം. ഓരോ വഴികളൊക്കെ മുൻകൂട്ടി കാണണം. എന്തോരം പോയിട്ടുണ്ട്. എന്തൊരു ബ്ലോക്കായിരുന്നു ആ സമയത്ത്. അതായത് ഇവിടെ കോളേജ് സ്കൂളൊക്കെ വിടുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇവിടെ 3-4 കോളേജും സെന്റ് സേവിയേഴ്സ് കോളേജൊക്കെ 3-4 സ്കൂളുകളും സെന്റ് സേവിയേഴ്സ് കോളേജും. ഈ ഇടതുവശത്ത് കാണുന്നതാണ് സെന്റ് സേവിയേഴ്സ് കോളേജ്. അത് വിമൻസ് കോളേജാണ്. ഓട്ടോണമസ് കോളേജാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ കോളേജുകളും സ്വയം ഭരണ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സമയമാവുന്നവരൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കൃത്യസമയത്ത് പരീക്ഷയും റിസൾട്ട് കൃത്യസമയത്ത് വരും. അങ്ങനെ ബ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഡിലൊരു സ്കൂൾ വിട്ടിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. പണ്ടൊക്കെ ഭയങ്കര ലാഗായിരുന്നു. അതിന് ഞാൻ 10ാം ക്ലാസ് ജയിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് ലാഗായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് 1985-83
മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ടും ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കൃത്യമായിട്ട് പരീക്ഷയൊക്കെ നടന്നിരുന്നതാണ്. പക്ഷെ തിരക്ക് വർദ്ധിക്കും തോറും കോളേജുകളുടെ എണ്ണം കൂടി അങ്ങനെയുള്ള തിരക്ക് വർദ്ധിക്കും തോറും മഹാത്മാഗാന്ധിയിലും ഒരുപാട് താമസം വന്നു. വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റാണ്. അത് തുടങ്ങുന്നത് തന്നെ ഏകദേശം തൃശ്ശൂർ മുതലുള്ള തൃശ്ശൂർ ജില്ലയിലെ കോളേജുകൾ മുതലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത്. ആ ബസ് കയറപ്പെടാറുണ്ട്, അതുപോലെയൊക്കെ ഇഷ്ടംപോലെ ബസ്സുമായിട്ട് കയറുന്നുണ്ട്. അത് നമ്മുടെ വണ്ടി ചെറുതായത് പോയി. ബസ്സാകുമ്പോൾ നമുക്ക് അങ്ങനെ പോകാണ്ടിരിക്കാൻ നോക്കിയില്ല. ഇവിടെ ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലുണ്ട് രാജഗിരി സ്കൂള്, സെൻട്രൽ സ്കൂളാണത് രാജഗിരി. അങ്ങനെ 2 സ്കൂളുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു പൊത്ത് പോലുള്ള ഒരു വഴിയുണ്ട്. ആ ഓട്ടോറിക്ഷ കയറി പോണ വഴി വളരെ ചെറിയൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വണ്ടി ഇറങ്ങി വന്ന് അങ്ങനെ നമ്മള് പമ്പ ജംഗ്ഷൻ, ആലുവ പമ്പ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് നാക്കെടുത്തില്ല, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞുള്ളൂ ഈ സമയത്തൊക്കെ തിരക്കായിരുന്നു ഇവിടെ നിന്ന്. അപ്പൊ നമ്മൾ ആ ടൗൺ ഹാളിന്റെ അവിടുന്ന് അല്ലെങ്കിൽ ആ ഓവർബ്രിഡ്ജിന്റെ അവിടുന്ന് ഇവിടെ വരാനായിട്ട് ഏകദേശം 10 മിനിറ്റ് സമയം എത്തിരിക്കുകയാണ്. ഇപ്പോഴും റൈറ്റിലേക്ക് പോണ വണ്ടികൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് പോകേണ്ട വണ്ടികൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്നു. അതായത് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുകൊണ്ട് നമ്മളും പതുക്കെ. അന്നേരം എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, നമുക്ക് വേറെ കടന്നു. അങ്ങനെ നമ്മൾ ഒരു ചെറിയ കുത്തിക്കയറ്റിൽ നിർത്തി. അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. ആ മാതിരിയാണ് തിരക്ക്. ഒന്നാമത് ഈ പമ്പ്, 2 പമ്പ് അപ്പുറം ഇപ്പുറമായിട്ടുണ്ട്. അതേപോലെ മഹാമാധുര്യ എന്ന് പറയുന്ന തിയേറ്ററുകൾ. അതാണ് ആലുവയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനാണ്. കോതമംഗലം, പെരുമ്പാവൂര്, മൂവാറ്റുപുഴ ആ സൈഡിലേക്കുള്ള വണ്ടികൾ നിർത്തുന്നത് ഇവിടെയാണ്. ആ ബസ് സ്റ്റോപ്പ്, മെയിൻ ബസ് സ്റ്റോപ്പ് ഇവിടെയാണ്. തൊട്ട് താഴെ ഒരു 1/2 കിലോമീറ്റർ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ന് വലത്തോട്ട് പോയാൽ ആലുവ മൂന്നാർ റോഡ്.